അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം 7 കഴിഞ്ഞു. ഇവിടെ ഇന്നലെ താമസിച്ച ജിസ്പേയിലാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോയുടെ കൃഷിയാട്ടോ. ഇവിടെ ഇദ്ദേഹമാണ് ഈ പ്രോപ്പർട്ടിയുടെ കെയർടേക്കർ. അത് പുഴയാണ് ഒഴുകുന്നത്. നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് കണ്ടതാണത്. അപ്പോൾ ഇന്ന് പോകുന്നത് സ്പിറ്റി വാലിയിലേക്കാണ്. സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാസ. Is this possible to climb this mountain? It's possible. Like how much? Professional climber, not beginner. Okay. What a professional climb. How many days? 5 to 10 days. 5 to 10 days. And where do they stay in the between? In between, where do they stay? Mountain. Is there a place for tent? No. Only sleeping bags, right? Yeah, sleeping bag and tent. Okay. What's the height at the top? So height is this place height 10 just as our on a bit. Okay, and the top? And the top maybe इसको उसमें नापना पड़ेगा. Okay. So you have to check. What's the name of the mountain? Chandravaga mountain. Chandravaga mountain. CV range. CV range. Okay. Yeah, thank you. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടണ്ടിയിലാട്ടോ. ടണ്ടിയിൽ പെട്രോൾ പമ്പിലുള്ളത്. ഇന്ത്യൻ ഓയിലിലെ പെട്രോൾ പമ്പ്. ഇത് കഴിഞ്ഞാൽ ലേയിലും ലഡാക്കിലൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടുന്ന് പെട്രോൾ എടുക്കുക. സോ നമ്മളിപ്പോൾ പോകുന്നത് സിസു വഴി റോത്തം പാസിന് അതുവഴിയാണ് പോകുന്നത് കേട്ടോ. റോത്തം പാസ് കയറുന്നില്ല. നേരെ പോകുന്നത് കാസ. ഇതാണ് ദീപക് ബ്രിഡ്ജ്. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത് അത്തൽ ടണൽ. നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. ഇവിടെ പെർമിറ്റും കാര്യം കാണിച്ചു കൊടുക്കണം. കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. This is അട്ടൽ ടണൽ. ആ സ്പിറ്റി വാലിയിലേക്കുള്ള യാത്ര നേരെ സിസുവിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് അടൽ ടണൽ. ഇവിടുന്ന് ഇപ്പം മണാലിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റൂട്ടാണ്. നമ്മളിതിൻ്റെ എക്സിറ്റ് വഴിയാണ് കയറിയത്. മറ്റേ എൻട്രി വഴിയാണ് കയറിയത്. ആ എൻട്രി വഴി കയറുകയാണെങ്കിൽ മണാലിക്ക് 33 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് മണാലി റൂട്ട്. അബൌട്ട് 10,000 ഫീറ്റ് പെർ 1,000 ഫീറ്റ്. എത്രയാണ് ആൾട്ടിറ്റ്യൂഡ്? 10,040 ഫീറ്റ് അല്ലേ ആണ് ഈ ഒരു ടണൽ പണിതത്. അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ടണൽ ഇവിടെ നിർമ്മിച്ചത്. സ്റ്റോപ്പേജ് ഇൻ ടണൽ ക്യാൻ ബി എ സ്റ്റോപ്പേജ് ഇൻ മണാലി ജയിൽ. ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ എല്ലാത്തരം വാഹനങ്ങൾക്കും പ്രവേശനമില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസുമായിട്ട് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. എരിവുണ്ട്. कितना रुपया? खाते वाले ले लो, 50 वाला कर दूं, बड़ा वाला 30. ये दाल है ना? ये दाल है, चना इधर होगा। അടിപൊളി വാലി, നല്ല വ്യൂ. അങ്ങ് ദൂരെ ടെൻറ്റ് ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ഉണ്ട്. ഇത് റോത്തങ് പാസിലേക്ക് പോകുന്ന വഴിയാണ്. പഴയ റൂട്ടാണിത്. ഇപ്പോഴും ഈ റൂട്ട് ഓപ്പണാണ്. പക്ഷേ ട്രാഫിക് കുറവാണ്. ഓൾറെഡി ഒരു വട്ടം അത്തൽ പാസ് പോയവർ ആണ് പൊതുവെ ഈ റൂട്ട് സെലക്ട് ചെയ്യാറ്. ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ
നമുക്ക് നേരെ കാണുന്ന കട കണ്ടോ, ആ കടയിലാണ് കഴിഞ്ഞ യാത്രയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എൻ്റെ 2019 യാത്ര മുടങ്ങിപ്പോയപ്പോൾ ഞാൻ തിരിച്ച് റോത്തങ് വഴിയാണ് മണാലി പോയത്. അന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് റെസ്റ്റോറൻറ്റായി. നമ്മളിപ്പോൾ ഉള്ളത് ലാഹോൾ വാലിയിലാണ്. ലാഹോൾ സ്പിറ്റി ഡിസ്ട്രിക്റ്റിലെ ലാഹോൾ വാലിയിലാണ്. റോത്തങ് പാസിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ താഴോട്ടേക്കാണ്, റൈറ്റിലേക്കാണ് ഇറങ്ങുന്നത്. ഫുൾ ഓഫ് റോഡാണ്. അടിപൊളിയാണ്. മൊത്തം മണ്ണും കല്ലും നിറഞ്ഞ വഴികളാണ്. അടിപൊളി. റൈഡേഴ്സ് ഹെവനാണ്. കുറച്ച് പൂക്കളെടുത്തിന്. ചില ആടിൻ്റെയൊക്കെ ആടിൻ്റെയൊക്കെ മുഖം നോക്കി പഴയ സാമൂഹികയുടെ പുസ്തകത്തിലെ സോക്രട്ടീസിനെയൊക്കെ പോകുന്നില്ലേ. ഓപ്പോസിറ്റ് വണ്ടി ഇരുന്നു. ഇത് ഏതാണ് പാസ്? കുഞ്ചും പാസ്. കുഞ്ചും പാസ്. നമ്മളിപ്പോൾ ഉള്ളത് കുഞ്ചും പാസിന്റെ ഏറ്റവും ടോപ്പിലാണ്. കുഞ്ചും സ്തൂപൊക്കെ അടുത്താണുള്ളത്. ഇവിടെ യാക്കിന്റെ ഒരു കൂട്ടം കാണാം. അത് യാക്കാവാം, അതല്ലെങ്കിൽ പശുവിന്റെയും യാക്കിന്റെ ഒരു മിക്സ്ഡ് ബ്രീഡാവാം. പിന്നെ ഇവിടെ ഉള്ള ഒരു കോമൺ രീതിയാണ് ഇവിടെ വരുന്ന വണ്ടികളും മറ്റുമൊക്കെ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിപ്പോവും. ഇത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവിടെ വരെ വന്നതിന് ദൈവത്തിനോട് നന്ദി പറയാണ് അവര്. ഇപ്പൊ കണ്ടേ ട്രക്ക് ജസ്റ്റ് ഒരു റൊട്ടേഷൻ, ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് എടുത്തിട്ട് അങ്ങ് പോകും. ഇത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു കൂട്ടം പശുക്കളാണ്. ഇത് യാക്കല്ല. ഇതിപ്പോൾ കുറച്ച് അടുത്ത് കാണാം നമുക്ക്. ഉണ്ടല്ലേ, ആ ട്രക്കുകാരനെ അവിടെ നിർത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും.